സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ സഞ്ജു സാംസൺ ഓരോ കളി കഴിയും തോറും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ഫാൻ ബേസ് ഉള്ള താരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായാണ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ സെലക്ടർമാരെ പോലും, അതായത് സഞ്ജു സാംസണിനെ എഴുതിത്തള്ളിയവരെയൊക്കെ അങ്കലാപ്പിലാക്കിക്കൊണ്ട് വേൾഡ് കപ്പ് നേടുന്ന മിന്നും കൺസിസ്റ്റൻസിയുമായി സഞ്ജു സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നെറുകയിലെത്തിയത്. അതിനുശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഫ്രാഞ്ചൈസിയിലേക്ക് വന്ന സഞ്ജു സാംസൺ ആദ്യമൊന്ന് പരിങ്ങിയപ്പോൾ വീണ്ടും ഈ പറയുന്ന വിമർശകർ തലപൊക്കിയിരുന്നു. അതിനുശേഷം തൻ്റെ സെഞ്ചുറികൾ കൊണ്ടും ഇപ്പോൾ കഴിഞ്ഞ കളി നിയർ സെഞ്ചുറി എന്ന് പറയാവുന്ന മികച്ച ഇന്നിങ്സ് കൊണ്ടും സഞ്ജു വിമർശകരുടെയെല്ലാം വായ എന്നേക്കുമായി കൊട്ടിയടക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സഞ്ജുവിനെ പറയണമല്ലോ, ആ ഒരു രീതിക്ക് സഞ്ജുവിനെ ഒരു വിമർശനാത്മകമായ എന്നാൽ പ്രോത്സാഹനമെന്ന് തോന്നിക്കുന്ന ഒരു അഭിപ്രായവുമായി ഒരു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എത്തിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, നല്ലൊരു കമൻറ്റേറ്റർ കൂടിയായ സഞ്ജയ് മാഞ്ചരേക്കറാണ്. അദ്ദേഹം പറയുന്നത് സഞ്ജു സാംസൺ ഫിറ്റല്ല എന്നാണ്. 25 വയസ്സുകാരൻ്റെ ഒരു പീക്ക് ഫിസിക് അവസ്ഥയിലല്ല സഞ്ജു എന്നും, സഞ്ജു 30 താണ്ടിയതിന് ശേഷം ഫിറ്റ്നസ് കാത്ത് സൂക്ഷിക്കുന്നില്ല എന്നും പറഞ്ഞ സഞ്ജയ് മഞ്ചരേക്കർ ഈ ഒരു കാര്യത്തിൽ വിരാട് കോഹ്ലിയെ കണ്ടുപഠിക്കാനും ഉപദേശിക്കുകയാണ്. ഇദ്ദേഹം ആരാണ് വിരാട് കോഹ്ലിയെ കണ്ടുപഠിക്കാൻ പറയാൻ? വളരെ സ്ലിമ്മായി 6 പാക്കോട് കൂടിയുള്ള ബോഡിയുള്ളവരാണോ ഫിറ്റ്നസ് ഉള്ളവർ? സഞ്ജു സാംസൺ ഫിറ്റല്ല എന്ന് പറയുന്നത് തന്നെ സഞ്ജുവിനെതിരെയുള്ള ഒരു കടന്നാക്രമണമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഏകദിന ടീമിലടക്കം സഞ്ജു സാംസണിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ സെലക്ടർമാരടക്കം തീരുമാനിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഏകദിന വേൾഡ് കപ്പ് അടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രോത്സാഹനമെന്ന് തോന്നിക്കുന്ന വിമർശനങ്ങൾ വരുമ്പോൾ അത് സഞ്ജു സാംസണിൻ്റെ കരിയറിനെ തന്നെ ബാധിക്കും എന്നോർക്കണം. അതും സഞ്ജയ് മഞ്ചരേക്കറെ പോലെ വളരെ പ്രഗത്ഭനായ ഒരാൾ പറയുമ്പോൾ. അദ്ദേഹം പറയുന്നത് സഞ്ജു തൻ്റെ പീക്ക് ഫിസിക്കൽ കണ്ടീഷനിലല്ല, എന്നിരുന്നാൽ കൂടിയും 2026 വളരെ റിമാർക്കബിളായ ഒരു വർഷമായി സഞ്ജു മാറ്റുകയാണ്. സഞ്ജു സാംസണിന് വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ലഭിച്ചു. അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിൽ 2 സെഞ്ചുറികളും മികച്ച പ്രകടനങ്ങളും കാഴ്ചവെക്കാൻ സാധിക്കുന്നു. എന്നിരുന്നാൽ കൂടിയും സഞ്ജു സാംസൺ വിരാട് കോഹ്ലിയെ പോലെ നല്ല ഫിറ്റായിരുന്നാൽ ഒരു 3-4-5 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷത്തേക്കെങ്കിലും സഞ്ജുവിന് തൻ്റെ കരിയറിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നത് കുറച്ച് പരുക്കനായ ഭാഷയിലാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇതൊരു പ്രോത്സാഹനമാണ്, ശരിയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അത് പറഞ്ഞ രീതിയാണ് ഏറ്റവും അപകടകരം. അതുകൊണ്ട് തന്നെ ഹെഡ്ലൈൻസ് എല്ലാം സഞ്ജു ഫിറ്റല്ല, സഞ്ജുവിൻ്റെ ഫിറ്റ്നസ് ഓക്കെ അല്ല എന്നുള്ള നിലയിലാണ്. സഞ്ജുവിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ പീക്കിലല്ല എന്നുള്ള ഹെഡിങ്ങോടുകൂടിയാണ് വളരെ പ്രമുഖ മാധ്യമങ്ങളടക്കം, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ക്രിക്കറ്റ് അനലിസ്റ്റുകളടക്കം പറയുന്നത്. അപ്പോൾ സഞ്ജു വിരാട് കോഹ്ലിയെ കണ്ടുപഠിക്കാൻ പറയുന്ന ഇദ്ദേഹം ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ വിരാട് കോഹ്ലി കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു ഡിസിപ്ലിനെ കുറിച്ചും പറയുന്നു. അപ്പോൾ ഈ സ്കില്ല് കൂടി സഞ്ജുവിനുണ്ടെങ്കിൽ സഞ്ജു ഉറപ്പായും സഞ്ജുവിന് കുറേ നാളത്തേക്ക് കരിയർ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ തൻ്റെ ശരീരം തന്നെ അതിന് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. സഞ്ജയ് മഞ്ചരേക്കർ ഉപദേശിക്കുന്നത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി മാത്രമല്ലല്ലോ, ഇപ്പോൾ രോഹിത് ശർമ്മ, അങ്ങനെ ഒരുപാട് കളിക്കാരന്മാരുണ്ട്. അവരൊക്കെ എന്താണ് 6 പാക്ക് ബോഡിയുള്ളവരാണോ? എന്നിട്ടും ടീമിൽ ഇടം കണ്ടെത്താനും വേൾഡ് കപ്പ് പോലുള്ള എല്ലാ ഫോർമാറ്റുകളിലും കളിക്കാനും സാധിക്കുന്നുണ്ട്. സഞ്ജു സാംസണിനെ ഈ ഒരു നിർണായക സമയത്ത് ഇത്തരത്തിൽ പറയുമ്പോൾ അതൊരു മോട്ടിവേഷൻ എന്നുള്ള നിലയിൽ വളരെ സൗഹാർദ്ദപരമായി പറയുക എന്നുള്ളതിനേക്കാൾ സഞ്ജു പീക്ക് ഫിറ്റ്നസ്സിലല്ല എന്നൊക്കെ പറയുന്നത് ഒരു അപഹാസ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നിരുന്നാലും സഞ്ജു ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. സഞ്ജു തൻ്റെ ഫിറ്റ്നസ്സിൽ കൂടുതൽ എഫേർട്ട് ഇട്ട് വളരെ ഡിസിപ്ലിനോടുകൂടി എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു ഫിസിക്കോടുകൂടി തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വിമർശകർ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന
പരോക്ഷമായി വിമർശിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു മറുപടിയാവുള്ളൂ. കാരണം എത്രത്തോളം ശത്രുക്കൾ, എത്രത്തോളം വിമർശനങ്ങൾ കൂടുന്നോ അത്രത്തോളം വലിയ കംബാക്ക് നടത്തുന്ന ആളാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ. സഞ്ജു കംബാക്ക് സാംസൺ എന്നൊരു പേര് കൂടിയുണ്ട്. അപ്പോൾ ഡി സിക്കെതിരെ ഒരു മികച്ച പ്രകടനം കൂടി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും സഞ്ജു സാംസൺ ചർച്ചയിലായിരിക്കുന്നത്. CSKക്ക് ഇനിയുള്ള എല്ലാ കളികളും വളരെ നിർണായകമാണ്. എല്ലാ കളികളിലും സഞ്ജു ഫോം ആവണം എന്ന് തന്നെയാണ് ആരാധകർ എല്ലാം പ്രതീക്ഷിക്കുന്നത്. വേൾഡ് കപ്പിൽ കാഴ്ചവെച്ച ആ കൺസിസ്റ്റൻസി ചെന്നൈ സൂപ്പർ കിങ്സിനും കാഴ്ചവെക്കും. ചെന്നൈയെ കപ്പടിപ്പിക്കും സഞ്ജു എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് സഞ്ജു കപ്പടിക്കുന്ന വർഷമാണ്. വേൾഡ് കപ്പ് അടിപ്പിച്ചു, IPL കിരീടം 6ാം തവണ CSKയെ ചൂടിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. കാരണം സഞ്ജുവാണ്. അതുകൊണ്ട് സഞ്ജയ് മഞ്ജരേക്കർ അടക്കം മനസ്സിലാക്കണം, സഞ്ജു സാംസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം തിരിച്ചു വന്നിരിക്കും. അപ്പോൾ സഞ്ജയ് മാഞ്ചരേക്കറുടെ ഈ ഒരു അഭിപ്രായം നിങ്ങളെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഫിറ്റ്നസ്സിൽ സഞ്ജു ശ്രദ്ധിക്കണോ? പീക്ക് ഫിറ്റ്നസ്സിലല്ല സഞ്ജു എന്ന് പറയുന്നത് ഒരു അപഹാസ്യമാണോ അതോ പ്രോത്സാഹനമാണോ? സ്പോർട്സ് വിത്ത് പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.